welcome to a new vlog of നമ്മളിന്ന് ഫുൾ ഫാമിലിയും പിന്നെ ഫാമിലിയുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങളിന്ന് റാസൽ ഗെയിം വരെ ഈദ് 2026 വെക്കേഷൻ ഈദ് 2026 വെക്കേഷൻ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റാസൽ ഗെയിമിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങളവിടെ ഒരു ഫാം ഹൗസ് എടുത്തിട്ടുണ്ട്. ആ ഫാം ഹൗസിൽ നമുക്ക് ഒരു 4-5 ഫാമിലിയും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് വരാം. ഇന്ന് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഗെയിംസിനൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ക്രിക്കറ്റ് ഉണ്ട്, പിന്നെ നമ്മള് ഓക്കെ പിന്നെ പിന്നെ വേറെന്താ ഉള്ള ലൂഡോ മേടിച്ചിട്ടുണ്ട്. അപ്പം മേടിച്ചിട്ടുണ്ട്, ലൂഡോ മേടിച്ചിട്ടുണ്ട്, പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ മേടിച്ചിട്ടുണ്ട്, പിന്നെ ബോള് മേടിച്ചിട്ടുണ്ട്, വോളിബോള്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതറിയത്തില്ല. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ചാടും. വാട്ടർ ഗണ്ണുണ്ട്. ഓ മൈ ഗോഡ്. അപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം ഒരു അടിപൊളി ട്രിപ്പാ കാണുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കേ. ഞങ്ങളങ്ങനെ നമ്മുടെ റിസോർട്ടിൽ ഫാം ഹൗസിലേക്ക് എത്താറായി. നമ്മുടെ വണ്ടിക്കകത്ത് ഒരു ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആഷ്ലി ചേച്ചി, കുഞ്ഞാൻറ്റി, ഞങ്ങളുടെ പിള്ളേരുടെയൊക്കെ കുഞ്ഞാൻറ്റി. അപ്പൊ അബിയുടെ സിസ്റ്ററാണ് ആഷ്ലി. അപ്പൊ നമ്മള് പോകുന്ന വഴിയൊക്കെ ഇത് കാണിച്ചു തരാം. നമ്മള് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി അതല്ല സ്ഥലം, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഓക്കെ, അവര് റോങ് അഡ്രസ്സിലാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് പോയിട്ട് നമ്മുടെ റിസോർട്ടിനകത്തേക്ക് കയറുന്നത് കാണാം. അപ്പം നമ്മുടെ ബാക്കിയുള്ള വണ്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അബി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നേരെ ചെന്ന് റിസോർട്ടിലേക്ക് അങ്ങ് കയറാം. മലമുകളിൽ ഒരു ചെറിയ റിസോർട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ ചെറിയ ഫാം ഹൗസ് റിസോർട്ട് അങ്ങനത്തെ സെറ്റപ്പാണ്. ഇതിലേക്കടെ എല്ലാം അങ്ങനത്തെ ഉള്ള ഫാം ഹൗസുകളുള്ള ഉള്ളൊരു സ്ഥലമാണ് ഇത്. ഒരു കുറേ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറേ അടുപ്പിച്ചടുപ്പിച്ച് റിസോർട്ടുകൾ. അതുപോലെ തന്നെ കറണ്ട് പോകുന്നുണ്ട്. പോസ്റ്റേക്കടെ കറണ്ട്, നാട്ടിലെ പോലെ പോസ്റ്റേക്കടെ കറണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കണു. അബിയുടെ വണ്ടി നേരെ ചെന്ന് കയറുന്നു. ഇതാണ് നമ്മുടെ കൊട്ടാരം, ഇതാണ് നമ്മുടെ ലാസറേട്ടൻ. നമ്മുടെ ലാസറേട്ടൻ നമ്മളെ കൊണ്ട് നേരെ അകത്തേക്ക് പോവാതെ. ഹലോ ഹലോ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സങ്കേതം. ഇന്ന് ഈ സങ്കേതത്തിൽ ഞങ്ങൾ മാത്രം ഉള്ളതെന്നാണ് ഈ സങ്കേതത്തിൻ്റെ മുതലാളിയായ ലാസറേട്ടൻ പറയുന്നത്. ഇല്ലേ ലാസറേട്ടാ? നമുക്ക് അടിച്ചു വിളിക്കണ്ടേ? ഈ കാണുന്ന ലാസറേട്ടൻ കേട്ടോ. ലാസറേട്ടാ ഒരു ഹായ് പറഞ്ഞേക്ക്. നമ്മുടെ വ്യൂവേഴ്സൊക്കെ ലാസറേട്ടനെ അടുത്ത ദിവസം വീഡിയോ ഉണ്ടാവും. അപ്പോൾ ലാസറേട്ടൻ ഞങ്ങൾക്ക് ഇത് മുഴുവൻ ഇന്നിങ്ങനെ തന്നേക്കുവാ. ഹലോ ഹലോ. ഔട്ട്, നീ ഔട്ട്. പോയി സെർച്ച് ചെയ്യണി കളിക്കുന്നേ. ഔട്ട് ഔട്ട് ഔട്ട്. 6 അല്ല, ഔട്ട്. ഔട്ട്.
ബോളർ. എവിടെയാ? അങ്ങനെ മാരകമായ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. ഓഡിയൻസ് ഇത് റോസമ്മ ഇരിക്കുന്നു, ഹൗസും ഉണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 2 വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്, പിള്ളേർക്ക് വേറൊരു കിഡ്സ് പൂൾ, ചെറിയൊരു കിഡ്സ് പൂള്, അതും അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. ഹലോ ഡയാന ആൻറ്റി, ഹലോ. അങ്ങനെ ഇതുണ്ട്. ഇവിടുന്ന് നല്ല നീട്ടത്തിലോ ഒരു വലിയ സ്വിമ്മിംഗ് പൂളിന് അത്യാവശ്യം നല്ല വീതി നീളമൊക്കെ ഉണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ജിമ്മാണ്. ഇതിൻ്റെ അകത്ത് ജിമ്മ് സെറ്റപ്പ്, പിന്നെ എസ്തെറ്റിക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. ഓ കണ്ടോ, ദ സ്റ്റാർ ബാറ്റ്സ്മാൻ ഓഫ് ദ ഇയർ. അളിഞ്ഞ സാധനത്തിനാണ് അളിയാന്ന് പറയുന്നത്. സ്റ്റാർ ബാറ്റ്സ്മാൻ ഓഫ് ദ ഇയർ മിസ്റ്റർ അവീത്ത്. ഇതൊരു പമ്പിങ് സ്റ്റേഷനാണ്. ഇതിനകത്ത് സ്വിമ്മിംഗ് പൂൾ പമ്പ് വെച്ചേക്കുന്നു. പിന്നെ ഒരു ടീക്കുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് ഈ കണ്ടാണ് ബാർ സ്റ്റേഷൻ. പിന്നെ രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തരാം. ബാ ഉണ്ട്. ഇത് ഈ റിസോർട്ടിൻ്റെ വേറൊരു ഏരിയ, രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂള്. ഇവിടെ വന്ന് 2 അടിക്കാനൊക്കെയാണ്. അവിടെ സ്റ്റൂളൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ. അവിടെ വന്ന് 2 അടിച്ച്, പിന്നെ അവിടെ അടുത്ത റൂമുകൾ ഇതുണ്ട്. ഇത് അടുത്ത റൂമുകൾ. അങ്ങനെ ഫുള്ള് നല്ല ഭംഗിക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടേക്കുക. ഇത് അടുത്ത കോട്ടേജ്. ഇതിൻ്റെ അകത്തും ഉണ്ട് റൂമുകളും മജ്ലിസും എല്ലാം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുണ്ട്. ഇവിടെ ചെറിയൊരു പശുവിൻ്റെ മേത്തെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. വരുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇല്ലില്ല, ഞാൻ ഒരു ചെറിയ നാട്ടുകാരെ, നോബലിന്റെ പ്രേക്ഷകരെ, നോബൽ കളീന്റെ ഇടയ്ക്ക് നിന്ന് ഡക്ക ഇറങ്ങി പോയി. ഡക്കല്ല, ഞാനല്ല കഴിഞ്ഞ മാൻ ഓഫ് ദ സീരീസ്. മോള് ചൂണ്ടയിട്ട് കൊച്ചിനെ പിടിച്ചോണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം ഞങ്ങൾക്ക് മറ്റേ ഇരിക്കാനുള്ള സെറ്റപ്പ്, കസേരകൾ, പിന്നെ മറ്റേ ഷാമിയാന. എത്ര ഷാമിയാന നോക്കി ഇതിൻ്റെ പൂളിൻ്റെ സൈഡിൽ. 1 2 3 4 5 ഷാമിയാന. പിന്നെ കുറേ ലൈറ്റ് പോൾസ്. ഇതിൻ്റെ എല്ലാം വർക്കിങ്ങാണ്. രാത്രിയാകുമ്പോഴത്തേക്ക് നല്ല സ്റ്റൈലാവും. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന റൂമായി കാണുന്നത്. നേരെ ഇറങ്ങി വരുന്നത് ഞങ്ങൾ നമ്മുടെ 2 കോട്ടേജിലേക്കാണ്. 5 റൂം, പിന്നെ ഇങ്ങനത്തെ ഒരു കോറിഡോർ, നല്ല ഓപ്പൺ കോറിഡോർ. ഇതിൻ്റെ അകത്താണ് നമ്മൾ താമസിക്കുന്നത്. നല്ല വൈബ്, നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ, നല്ല എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കാൻ പറ്റിയൊരു കാലാവസ്ഥ. എല്ലാ റൂമിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഇതുപോലത്തെ ഒരു ഷാമിയാന്, 2 കസേര, ഒരു ചെറിയ ടീപ്പോ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇനി റൂമിൻ്റെ അകവശം കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ കാണുന്ന ഒരു മജ്ലിസാണ്. മജ്ലിസിൻ്റെ റൂമിൽ ഒരു TV, പിന്നെ ഒരു വാർഡ്രോബ് കണ്ടോ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 ബെഡ്റൂം, പിന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു കോഫി സെറ്റപ്പ്. റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നേരെ ഒരു മരം ഫ്രണ്ടിൽ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി സന്തോഷമായി. പിന്നെ ഇരിക്കാനുള്ള കസേരകൾ. കണ്ടോ, ഇതാണ് നമ്മുടെ വ്യൂ. നേരെ ഇറങ്ങി വന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ്ടും കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആൽബിസാർ ഇവിടെ നിൽപ്പുണ്ട്. ആൽബിസാറെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? അല്ലേനിൽ നിന്ന് വന്നുകൊണ്ട് നഷ്ടമുണ്ടായോ? അങ്ങ് ദൂരെ നിന്ന് 2 മണിക്കൂർ വണ്ടി ഓടിച്ച് ഇവിടെ ഇന്ന് കൂടാൻ വേണ്ടി വന്നേക്കുന്നത്. നാത്തൂനും തമ്മിലുള്ള വാശിയേറിയ മത്സരം ദാ പോകുന്നു, ഇതാ നടക്കുന്നു. അതെ, എങ്ങനെ മോള് വന്നാലും അടിക്കുമെന്നാണ് നാത്തൂൻ പറഞ്ഞേക്കുന്നത്. ചേച്ചിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ വന്നാൽ ഞാൻ അടിച്ച് നിലംപരിച്ചാക്കുമെന്നാണ്. കണ്ടോ, ഇനി അടുത്ത പരിപാടികളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അല്ല, അതെ, അഭിത്തെ ചാടി ഒന്ന് പൂളിലേക്ക് അങ്ങ് ചാടിക്കും, എന്നിട്ട് നേരെ. അതെ, കൊള്ളാം. നിങ്ങൾ 100-140 ഒക്കെ വിട്ടു വന്നിട്ട് നമ്മള് എനിക്ക് വേണ്ടായിരുന്നു. രക്തം കുടിച്ചേക്ക്. രക്തം വന്നോ? ഞങ്ങൾ സ്കൂട്ടറല്ലോ. അയ്യോ, ബേബി കണ്ടില്ലല്ലോ. ബേബി അപ്പഴോട് ഒന്ന് വൈകി.
നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വൻ സെറ്റപ്പ് ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കൊള്ളാം. ഒരു മിനിറ്റ്. അതെ, നേരത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഭാഗമായി കാണുന്നത്. നമ്മുടെ പോർക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതെ, ഒരു ഔട്ട്ഡോർ സ്റ്റൗ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പോർക്കൊക്കെ സെറ്റാക്കുന്നു. ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സൈഡിലേക്ക് എടുത്തിട്ട് എല്ലാവരും. പുറത്ത് വേറെ സ്പേസ് ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള എളുപ്പത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടി എടുത്ത് ഈ സൈഡിലേക്ക് അകത്തേക്ക് ഇട്ടു. ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ റൂമിലേക്ക് കയറാം. ഇതൊരു റൂമിലേക്കുള്ള എൻട്രൻസ്. പിന്നെ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇത് വേറൊരു റൂമിലേക്കുള്ള എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് 3 റൂം, അതിൻ്റെ അകത്ത് 1 റൂം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സെറ്റപ്പ്. ഇത്ര ഉത്തരവാദിത്തോടെ പിള്ളേരുടെ, അതെ, വലിയവർക്കുള്ള ജ്യൂസ് ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അങ്കിള്. ഇതേ പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, ടീമെല്ലാം റെഡി ആയിട്ട് ഇത് നിൽക്കുന്നു. യെസ്, അതെ അതെ. ക്രിക്കറ്റ് റെഡിയാണോ? ഞങ്ങളുടെ സ്റ്റാർ ബാറ്റ്സ്മാന്മാരും ബോളർമാരെല്ലാം റെഡിയാണ്. ഇത് അവിടെ ഇതൊന്നും അല്ല, പ്രൊഫഷണൽ ഷട്ടിലാണ് താരം എന്ന് പറഞ്ഞുകൊണ്ട് 2 പേര് അവിടെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. വാശിയാണ്. നാത്തൂനും തമ്മിലുള്ള അംഗം വെട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയ ചൂടിനിടയ്ക്ക് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയൊരു ദിവസം വേറെ ഉണ്ടാവില്ല. റാസൽ ഗെയിമയിൽ നല്ല സൂപ്പർ വെതർ. നമ്മുടെ ചിക്കുമോൻ ചമാർക്കും ബോളർമാർക്കും ഉള്ള ഔഷധം ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം കൂടെ നേരെ എടുത്ത് അടിക്കുന്നു. ഞങ്ങൾ നേരെ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു. അതിന് കൂടുതൽ പോർക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. അടുത്ത പ്രൊഫഷണൽ ക്രിക്കറ്റിനുള്ള ടീം ബിൽഡിംഗ് ആയി കാണുന്നത്. ഞാനും ആൽബി ക്യാപ്റ്റനായിട്ട് നിൽപ്പുണ്ട്. ഇനി എല്ലാവരും ഓരോ ഞങ്ങൾ ടീം വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. വരുന്നു. ഓറഞ്ച്. അതെ, ആപ്പിള് ഓറഞ്ചിനെ വിളിച്ചെടുത്തു. എനിക്ക് ഓൾഡ് ബങ്ക് മതി. വാ മോനെ, ഓൾഡ് ബങ്ക്. ഞാനാണ് ഓൾഡ് ബങ്ക്. നീയാണോ ഓൾഡ് ബങ്ക്? ശരിക്കും OMR വേണോ? ആൽബിനെ വിളിയാ. ആൽബി വിളിച്ചോ? എനിക്കറിയായിരുന്നു. വാ വാ വാ. ഇനി അടുത്തേതാ വരാനുള്ളേ? മെയ്മോ. അല്ല, മെയ്മോളെ നമുക്ക് ടോസ് ഇട്ട് എടുക്കാം. ഇതാ ഹെഡ് ഓഫ് ട്രൈ. അതാരാ? അവർ ഞാൻ വെച്ചോന്നായിരുന്നോ? മഞ്ഞ. ഓ, മെയ്മോളെ പറഞ്ഞ അപ്പുറത്ത് പറഞ്ഞോ, വിളിച്ചോ. അത് ആൽവിന് വിളിയല്ലേ? വിളിച്ചു. ഓക്കെ, യെസ്. ഇത് അവരുടെ ടീം. ഇത് നമ്മുടെ ടീം. യെസ്, കട്ട ടീമാ രണ്ടും സെറ്റ് ചെയ്തേക്കുന്നത്. ക്യാൻസലിങ്. ഓട്ടോ ഉണ്ടോ? അയ്യോ, നടുവേദനയാ. ഓടോടോട് വാമുത്തേ. അപ്പൊ ഞാൻ എവിടുന്ന് എടുക്കും? ഓടിക്കോ. 2 റൺ 2-2. നിങ്ങൾക്ക് ഗുഡ് ജോബ് ഗൈസ്. അയ്യേ,
ഫസ്റ്റ് ഓവർ 2 ഓവർ 13 റൺസ് അടിച്ച് ഫസ്റ്റ് ടീം നിന്നു. ഇനി രണ്ടാമത്തെ ടീം. അത് നമുക്ക് നാളെ ബാക്കി കളിച്ചാലോ? ഒട്ടും എൻ്റെ വെളിച്ചമില്ല, കണ്ണ് കാണാൻ പറ്റുന്നില്ല. ആണോ? വൈഡ് ഓ മാരക വൈഡ്. ഇല്ല വൈഡ് റൺസ് ഒന്നും. അയ്യോ അയ്യോ കഥയില്ല. ഞാനപ്പ സ്പോട്ടിൽ ഉണ്ടാക്കിയ ഒരു സാലറി വേണം, ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി. ഞങ്ങൾ ബോധമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി. അയ്യോ ഹലോ, ഞങ്ങൾ ഇന്നലത്തെ ആർമാദമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ രാവിലെ പിള്ളേർ എഴുന്നേറ്റ് വന്നിരുന്ന് കളിക്കും. ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. രാവിലെ മൂങ്ങയുടെ ഒരു മൂളിച്ച് കേൾക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് നടക്കാറിറങ്ങിയതല്ലേ. റൂമിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് നടക്കുന്ന ഒരു ചെറിയ ടാറിട്ട റോഡുണ്ട്. എന്താ രസം, അടിപൊളി സ്റ്റൈലാണ് കാണാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരാം. ഇതൊന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നേരെ അങ്ങ് നടക്കാം. ഇങ്ങനെ ഒരു കോറിഡോർ. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, പകരം നമ്മൾ പൂളിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ. ഹൗസു തൊമ്മുവിൻ്റെ വാട്ടർ കണ്ണ് ഇതാ കിടക്കുന്നു. ഈ കൊച്ചിനൊക്കെ എന്തെല്ലാം മേടിച്ചു കൊടുത്താലും ഇതുപോലെ ലാസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് പോകും. ഇവിടെ അപ്പുറത്തെ ഫാമില. ചിക്കുവാന് നമ്മുടെ സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സ്ഥലവും സ്റ്റേ ഒക്കെ വൈബ് തന്നെ, വൈബ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. ആ ബെസ്റ്റ് ആർച്ചർ എടുത്തോണ്ട് പോവാ. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എടുക്കാം, സാരമില്ല. ഇനി നമുക്ക് ഇറങ്ങുമ്പോൾ എടുക്കാം. ഇതാ ജോക്കൂട്ടനും ആദു. ആ വെച്ചോ. അഭിയങ്ങൾ രാവിലെ കുഞ്ഞിക്ക് ചായയൊക്കെ കൊടുത്ത് റെഡിയാക്കുന്നു. ഉണ്ടോ ഞങ്ങളുടെ ഫാമിന് പുറത്തേക്കുള്ള വഴിയാ. രാവിലെ ഇച്ചിരി വെള്ളം മേടിക്കാൻ വേണ്ടി പോകുന്നു. മാസ്റ്റർ ഡ്രൈവർ അഭിജിത്ത് വി ജോസ്. രണ്ട് കെമ്പന്മാർ എല്ലാവരും. നമ്മള് ഇച്ചിരി വെള്ളം മേടിക്കണം. എന്തെല്ലാം ഈ ചെറിയ ഗ്യാപ്പിൽ നീ വണ്ടി 100 കയറ്റി എന്നുള്ളത് അറിഞ്ഞു. അവിടെ ഒരു കഴുത നമുക്ക് തിരിച്ചു വരാം. ഇതിലേക്കൂടെ കൂട് കെട്ടി ആട്, കഴുത. പിന്നെ ഇവിടെ ഇതുണ്ട് ഒരു മജ്ലിസ് പോലത്തെ ഒരു സെറ്റപ്പ് ഹട്ട്. ഇവിടെ നമ്മളൊന്ന് നമ്മളെ പരിപാടി ഉണ്ടായിരുന്നേ. ഇവിടെ ഉണ്ടോ? ഇവിടെ കുറച്ച് ആൾക്കാർ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ട്. ഓപ്പൺ എയർ ടോയ്ലറ്റ് അടിപൊളി. അതാ ലാസറേട്ടൻ പറഞ്ഞല്ലേ, പ്രകൃതിയിലേക്ക് പണ്ടത്തെ നമ്മുടെ നാട്ടിലെ പോലത്തെ ടോയ്ലറ്റ് സെറ്റ് ചെയ്യാം. കാണുന്നുണ്ടോ? പിള്ളേർക്ക് നിൽക്കാൻ പറ്റുന്ന വലിയ ടെന്റ്. 10 ഏക്കറുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. ഇതിന്റെ അകത്ത് ഇവിടെയാണ് നമ്മുടെ ലാസറേട്ടന്റെ വീട്. ലാസറേട്ടൻ അതിന്റെ അവിടെയുണ്ട്. പുറത്തുള്ള വഴിയായി കാണുന്നത്. നല്ല ക്ലൈമറ്റ്, സൂപ്പർ ക്ലൈമറ്റ് അല്ലേ? നല്ല സെറ്റ് ക്ലൈമറ്റ്. ഇന്ന് തിരിച്ചു വന്നിട്ട് വേണം ക്രിക്കറ്റ് ഒന്നും കൂടെ കളിച്ച് സ്വിമ്മിംഗ് പൂളിലും ചാടി. പിന്നെ അല്ല എന്റെ കാലയിലെ സാധനം ഊരിട്ടേക്കുവാ. ഫ്രീ ആട്ടോ. ഇങ്ങ് വരും വേണമെങ്കിൽ. കണ്ടോ? അറബി അറിയാവോ? അവിടെ ടീം കടന്ന് റെസ്റ്റ് എടുക്കുന്നു. അവന്റെ കുടുംബക്കാരെല്ലാം അവിടെ ഉണ്ട്. അവിടെ പറഞ്ഞ പ്രിയക്കുമായിരിക്കും തല നോക്കി നോക്കുന്നവരുടെ നോട്ടം. ഇതാണ് കാട്ടാട്. കിടക്കുന്നു. നല്ല അമ്പോ, അവൻ കൊള്ളാം കേട്ടോ. ബാർബിക്ക് അടിക്കാനാ നോക്കിയിരുന്നാ മതി. കൊമ്പൊക്കെ ഉള്ള കണ്ടോ? മക്കളെ
ഇങ്ങ് വായോ അല്ലേ ഇങ്ങ് വന്നേരാ മക്കളെ ഇത് കാണട്ര. വെള്ളം വേണോ? നല്ല കിട്ടു സെറ്റപ്പ്. ആമ്പോ അതാവുന്നു ഒരുത്തം നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ബാ കൂർത്ത കൊമ്പാണ് നിൽക്കുന്നത്. കണ്ടോ അവൻ്റെ കൊമ്പ് കണ്ടോ? നമ്മൾ അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോയേക്കുക. ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. എന്തോ ഒരു സ്ഥലമുണ്ടെന്ന് അറിയോ ഇതിൻ്റെ അകത്ത്. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് ചെന്ന് അടുത്ത പരിപാടി പിടിക്കണം. കണ്ടോ ഇതാണ് ഇതിൻ്റെ മെയിൻ റിസോർട്ടായിട്ട് ഭാവിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി. ഇതിൻ്റെ അകത്ത് ഡാൻസ് ബാർ, ജിമ്മ്, റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത്. സ്ട്രക്ചറെല്ലാം പണി കഴിഞ്ഞു. പിന്നെ ഇതുപോലെ കുറച്ച് ഇന്റീരിയർ വർക്ക് അതിന് മിച്ചമുള്ള കേട്ടോ. ഇഷ്ടംപോലെ ആംബിയൻസും ലൈറ്റിങ്ങും. ആ അത് കണ്ടോ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കഥ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ ഇതുണ്ടോ എടുക്കട്ടെ. വാ കണ്ടോ എൻ്റെ പേരെന്നാ ലാസറേട്ടാ? കുഞ്ഞിപ്പെണ്ണ്. ലാസറേട്ടൻ്റെ സ്വന്തം കുഞ്ഞിപ്പെണ്ണായിരിക്കുന്നത്. കീ ഫീൽഡർ. ഓ മിസ്സായി. സ്റ്റാർ ഫീൽഡർ അതാ ആളിയം ബാറ്റ് ചെയ്യുന്നു. അതും മിസ്സായി. ഫീൽഡിന് പുറത്താണ് നമ്മൾ ഗാലറിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇന്ന് ഒരു കുറച്ച് പേരും കൂടെ നമ്മുടെ വീട്ടിൽ അതിഥികളായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-20 പേര് അജ്മാനിയിൽ നിന്ന് ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് 1-2 പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ ക്രിക്കറ്റ് കളി, അത് കഴിഞ്ഞൊരു സ്വിമ്മിംഗ് പൂൾ സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബീച്ചിൽ പോകാൻ പ്ലാനുണ്ട്. ചിലപ്പോൾ ഞങ്ങളൊരു മൗണ്ടൻ ടെറേനിങ് കൂടെ ഉണ്ടാവും, ഹൈക്കിങ് കൂടെ ഉണ്ടാവും. അതിനുശേഷം നേരെ ഒരു സിനിമയും കൂടെ കണ്ട് ഇന്നത്തെ പരിപാടികൾ തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരട്ടെ. അത് നെഞ്ചു തല്ലിയാ വീണേ. എനിക്കിപ്പോൾ എന്നെ വേണ്ട. ശരിക്കും നീ ഇറങ്ങുന്നുണ്ടോ? അതാ എല്ലാം സെറ്റ് കീഴെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സ്റ്റേ കഴിഞ്ഞിട്ട് നല്ല സൂപ്പറായി എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക ഇന്ന് തൽക്കാലത്തേക്ക്. ഇവിടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങി. ഇതേ നമ്മുടെ വൈബ് കെമ്പ് ടീംസ് ഇതേ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതെ കുമാരില്ലായിരുന്നു ഈ ട്രിപ്പ് ഇത്രയും അടിപൊളി ആവില്ലായിരുന്നു. ഇല്ലടാ ആൽവി? കുമാരെ ഫുള്ള് പൊളിച്ചില്ലേ? പിന്നെ നമ്മുടെ വണ്ടികൾ ഇതേ സാധനങ്ങൾ എല്ലാം കയറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടുത്തെ സംഭവം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഇന്നത്തെ വെറൈറ്റി ഡ്രസ്സ് ഡാൻഡി. അതെ മിക്കി മൗസ് ഫ്രണ്ടിൽ, പുറകെ ആ ബാക്കിൽ വലിയ മിക്കി. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും അവസാന നിമിഷം ഫോട്ടോഗ്രാഫി പരിപാടിയിലാണ്. ഹായ് ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ഇന്നത്തെ ട്രിപ്പ്? നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യും? കല്യാണ ഫോട്ടോനേക്കാളും വലിയ ഫോട്ടോഗ്രാഫറും. അതെ ബൈ ബൈ. ആ എങ്ങനെയുണ്ടായിരുന്നു അമ്മ ഇന്നത്തെ സ്റ്റേയും പരിപാടിയൊക്കെ? എല്ലാരും ആണോ? ഓടിപ്പോക്കോ. അതെ ഒരു ട്രിപ്പ് ലാസ്റ്റ് തുമ്പ പിടിച്ചിരിക്കണേ. ലാസ്റ്റ് ഒരു റൗണ്ട് ട്രിപ്പ്. ലാസ്റ്റ് ഒരു റൗണ്ട് ട്രിപ്പും കൂടെ പോകാൻ വേണ്ടി പിള്ളേർ ലാസ്റ്റ് അവിടുത്തെ പോവാണ്. പിടിച്ചിരിക്കണേ തൊമ്മു. ഓക്കെ ബൈ. ലാസ്റ്റ് ഇതേ പിള്ളേരെയും കൊണ്ട് നേരെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളി ദിവസം കഴിഞ്ഞ് ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു അമ്മ ഇന്നത്തെ ട്രിപ്പ് എല്ലാം? സൂപ്പർ.
നാളുകൾക്ക് ശേഷം ഈ പിള്ളേരൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്തിരുന്നത് അതുപോലെ എൻജോയ് ചെയ്ത് ഒരു ദിവസം ഫുൾ ആക്ടിവിറ്റീസും മറ്റേ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, പൂളിൽ ബോർഡ് വെച്ച് കളിക്കുക, അതെ കുക്കിംഗ് ചെയ്യുക, അങ്ങനെ എല്ലാരും കുക്കിങ്, ക്രിക്കറ്റ്, പിന്നെ ഫ്ലൈറ്റ് വെച്ചിട്ട് കളിക്കുക, അതെ ഫുള്ള് സെറ്റ് വെള്ളത്തിൽ കളിക്കുക. അടിപൊളി ദിവസം. അങ്ങനെ ഫുൾ എല്ലാം കൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു. അപ്പൊ മറ്റൊരു വ്ലോഗുമായിട്ട് പിന്നെ കാണാം. ബൈ ബൈ, സീ യു.